സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ സാർ, നമ്മൾ ഈ UAE, അതായത് ഗൾഫ് കൺട്രീസ്, അവിടെ ഈ ഗൾഫും ഇന്ത്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൈദ്യുതി വിൽക്കാനുള്ള ഒരു കരാറിനെ കുറിച്ച് നാം കേൾക്കുന്നു. പ്രത്യേകിച്ച് സൗദി അറേബ്യ, ഇന്ത്യ, അതായത് ഇന്ത്യക്ക് വൈദ്യുതി വാങ്ങാൻ അണ്ടർ സീ കേബിൾ വളരെ വേഗത്തിൽ അതിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാർ, ഇത്തരത്തിൽ ഇന്ത്യയും ഗൾഫ് കൺട്രീസ്, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ടൊക്കെ തന്നെ ഇത്തരത്തിലൊരു കരാറ് ഏറ്റവും അടുത്ത് തന്നെ ഉണ്ടാകാൻ പോകുന്നു. അത് വളരെ വേഗത്തിൽ ആ ചർച്ചകൾ നടക്കുന്നു എന്ന് പറയുന്നു. എന്താണ് സാർ അതിനെക്കുറിച്ച് അറിയാൻ കഴിയുന്നത്? ഊർജ സുരക്ഷിതത്വത്തിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു മുദ്രാവാക്യമുണ്ട്. അതായത് വൺ സൺ, വൺ വേൾഡ്, വൺ ഗ്രിഡ്. ലോകം മുഴുവൻ നീണ്ടു വ്യാപിച്ചു കിടക്കുന്ന വൈദ്യുതി വിതരണ ശൃംഖല, ആ ശൃംഖല, അങ്ങനെ ഒരു സങ്കല്പമാണ് ഇന്ത്യക്കുള്ളത്. ഇവിടെ ഇന്ത്യ ഗൾഫിന് വൈദ്യുതി വിൽക്കാനും ഏതെങ്കിലുമൊക്കെ സമയത്ത് ഇന്ത്യക്ക് വൈദ്യുതിയുടെ ക്ഷാമം ഉണ്ടാകുകയാണെങ്കിൽ ഗൾഫിന്റെ അധിക വൈദ്യുതി ഇന്ത്യക്ക് വിൽക്കാൻ അവർക്കും ഒക്കെ സാധ്യത ഉണ്ടാകുന്ന ഒരു ഗൾഫിനെയും ഇന്ത്യയും കണക്ട് ചെയ്യുന്ന അണ്ടർ സീ കേബിൾ ഇടുന്ന ഒരു പദ്ധതി ഇപ്പോൾ സർക്കാരിന്റെ സജീവ പരിഗണനയിലാണ്. വളരെ വേഗത്തിൽ ആ പദ്ധതിക്ക് 2-3 കൊല്ലം കൊണ്ട് ആ പദ്ധതി പൂർണ്ണമാവുന്നതാണ്. ആ പദ്ധതിയെ കുറിച്ച് വളരെ വിശദമായ ചർച്ചകൾ നടന്നു. ആദ്യമായിട്ട് ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും, അതായത് ദുബൈ, അജ്മാൻ, റാസൽ ഖൈമ, അബുദാബി, അങ്ങനെയൊക്കെയുള്ള എമിറേറ്റുകൾ ചേരുന്ന ഒരു കോൺഫെഡറേഷനാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പൊ അവരും അവിടുന്ന് ഒരു അണ്ടർ സീ, കടലിനടിയിലൂടെയുള്ള ഒരു വൈദ്യുതി കേബിൾ, ആ ഒരു കേബിളിൽ 1 ഗീഗാവാട്ട് ആണ് അത്തരം ഒരു കോറിഡോർ എന്ന് പറയുന്നത്. ആ ഒരു ഇടനാഴി, ആ ഇടനാഴിയിലെ കേബിളുകൾ, ഒരു ഇടനാഴിയിലെ കേബിളുകൾ 2 ഗീഗാവാട്ട്, അതായത് 2000 മെഗാവാട്ട് വൈദ്യുതി വഹിക്കാൻ ശേഷി ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ആദ്യത്തെ ഇടനാഴി, അതിന്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത് 40,000 കോടി രൂപയാണ്. അത് അത്ര വലിയ തുകയൊന്നുമല്ല. ഇന്നിപ്പം നമ്മുടെ 1 ലക്ഷം കോടിയുടെ 2 ലക്ഷം കോടിയുടെ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് എല്ലായിടും നടക്കുന്നത്. 40,000 കോടി രൂപയുടെ പദ്ധതി, ഇന്ത്യക്കും UAEക്കും ഇടയിൽ കേബിൾ ഇടുന്ന പദ്ധതി, അത് ഉടൻ തന്നെ ആരംഭിക്കാനാണ് സാധ്യത. UAEയുടെ വൈദ്യുതി ഉൽപാദന കമ്പനിയായിട്ടുള്ള എത്തിഹാദ് വാട്ടർ ആൻഡ് ഇലക്ട്രിസിറ്റിയും ഇന്ത്യയുടെ പവർ ഗ്രിഡ് കോർപ്പറേഷനും തമ്മിൽ ഈ വിഷയത്തിൽ വിശദമായ ചർച്ചകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഈ ചർച്ചകളും അതോടനുബന്ധിച്ചൊക്കെ തന്നെ വളരെ വേഗത്തിൽ പുരോഗമിക്കുകയാണ്. 2030കളുടെ തുടക്കത്തിൽ തന്നെ ഇത് യാഥാർത്ഥ്യമാവുന്ന ഒരു സൂചനയാണ് കിട്ടുന്നത്. ഒരു 3-3.5 കിലോമീറ്റർ ആഴത്തിലായിരിക്കും ഈ വൈദ്യുതി കേബിളുകൾ ഇടുന്നത് കടലിലൂടെ. അല്ല, സൗദി അറേബ്യയുമായിട്ടും ഇത്തരം ഒരു പദ്ധതി ഇന്ത്യ ചർച്ച ചെയ്യുന്നുണ്ട്. സൗദിയുമായിട്ടുള്ള പദ്ധതിയുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഒരല്പം കൂടുതലാണ്. UAE ഇന്ത്യ കേബിളിന്റെ കോസ്റ്റ് 40,000 എന്ന വൈദ്യുതി കേബിൾ അണ്ടർവ്യാസമൊന്നുമില്ല, 48,000 കോടി രൂപയായിരിക്കും. ഇതോടൊപ്പം തന്നെ ഇന്ത്യ ശ്രീലങ്കയുമായിട്ടും സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ദക്ഷിണ പൂർവേഷ്യയുമായിട്ടും ഒക്കെ ഇത്തരം ഗ്രിഡുകൾ നിർമ്മിക്കാനുള്ള ഒരു ആലോചനയിലാണ്. ഇത് നമ്മുടെ ഈ പദ്ധതി പ്രകാരം ഇപ്പൊ ഈ പല രാജ്യങ്ങളുടെയും സമയങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ അതനുസരിച്ച് പീക്ക് അവർ എന്ന് പറയുന്ന വൈദ്യുതി ഉപഭോഗം കൂടുന്ന സമയമുണ്ട്, കുറയുന്ന സമയമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് രാത്രിയിലെ വൈദ്യുതി ഉപഭോഗം കൂടുതലായിരിക്കും, രാത്രി കുറേ സമയം. അതിനുശേഷം പകല് പല സമയത്തും വൈദ്യുതി ഉപഭോഗം കുറവായിരിക്കും. ഇപ്പൊ ഈ നാഷണൽ ഗ്രിഡ് പോലും പ്രവർത്തിക്കുന്നത് വൈദ്യുതി ഉപഭോഗം കുറവുള്ള സമയത്ത് വില കുറവായിരിക്കും. ആ സമയത്ത് കേരളമൊക്കെ മറ്റ് നാഷണൽ ഗ്രിഡിൽ നിന്ന് കൂടുതൽ വൈദ്യുതി വാങ്ങാറ്. അതുപോലെ തന്നെയായിരിക്കും ഈ ഗ്രിഡും പ്രവർത്തിക്കുന്നത്. ഇപ്പോ ഇന്ത്യയിൽ ഇപ്പോ ഉദാഹരണത്തിന് 9 മണിയാണെന്നിരിക്കട്ടെ, ഗൾഫിൽ അത് 6 മണി ആകുന്നുള്ളൂ. അല്ലെ, ഇന്ത്യയിൽ 8 മണി,
ഇന്ത്യയിൽ 8 മണിയാണെങ്കിൽ ഗൾഫില് അത് 3 മണിക്കൂർ കുറവാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ രാത്രി ആയിട്ടില്ല. ആ സമയത്ത് നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കാം. ഈ അവിടെ ഉപഭോഗം പീക്ക് അവർ ആകുമ്പോഴേക്കും ഇവിടുന്ന് അങ്ങോട്ട് വിൽക്കാം. ഇന്ത്യക്ക് ഒരുപാട് ചാൻസ് ആണ്. ഇന്ത്യയിലെ സ്വകാര്യ വൈദ്യുത ഉത്പാദകർക്ക് വലിയൊരു അവസരമാണ് ഇത് തുറന്നെടുത്തത്. അപ്പം നമുക്ക് ഈ ഇപ്പോഴുള്ള ഇന്ത്യ സർക്കാരിന്റെ ഒരു വലിയ പദ്ധതിയാണ് ഈ 100 ഗീഗാവാട്ട് ആണവ ഊർജം ഉത്പാദിപ്പിക്കുക എന്നുള്ളത്. അത് വലിയ രീതിയിൽ മുന്നേറ്റം നടക്കുക. അപ്പൊ 100 ഗീഗാവാട്ട് ഇപ്പൊ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വെറും 8.8 ഗീഗാവാട്ടാണ്. അപ്പൊ 1 ഗീഗാവാട്ട് എന്ന് പറയുന്ന 1000 മെഗാവാട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ പറയുന്നത് വരും ദിവസങ്ങളിൽ ഇന്ത്യയുടെ ആണവോർജ ഉത്പാദന ശേഷിയൊക്കെ കുതിച്ചുയരും. അങ്ങനെ നമുക്ക് നമ്മുടെ ഉത്പാദന ശേഷി കുതിച്ചുയരുമ്പോൾ നമ്മുടെ കൈവശമുള്ള അധിക വൈദ്യുതി നമുക്ക് മറ്റു ലോകരാജ്യങ്ങൾക്ക് വിറ്റ് കാശാക്കാം. നമ്മൾ ഇതുവരെ നമ്മുടെ എക്സ്പോർട്ട് എന്നത് ഇലക്ട്രോണിക് ഉൽപ്പന്നം, അതായത് മർച്ചൻഡൈസ് ഗുഡ്സും മറ്റു രീതിയിലുള്ള സേവനങ്ങളും, സർവീസ്, ഇപ്പൊ സോഫ്റ്റ്വെയർ ആകട്ടെ, ബാങ്കിങ് മേഖലയാകട്ടെ, ആ രീതിയിലുള്ള സർവീസുകളൊക്കെയാണ്. നമുക്കൊരു പുതിയ കയറ്റുമതി ഉൽപ്പന്നം വരികയാണ്. അത് നമ്മുടെ വൈദ്യുതിയായിരിക്കും. ആ വൈദ്യുതി നമുക്ക് വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് ആ വൈദ്യുതി നമുക്ക് വിറ്റ് നമ്മുടെ നമുക്ക് വിലപ്പെട്ട വിദേശ നാണ്യം. ഇന്ത്യക്ക് പലപ്പോഴും ഊർജ മേഖലയിൽ ഇന്ത്യ വലിയൊരു ഇറക്കുമതി ചെയ്യുന്ന രാഷ്ട്രമാണ്, പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന്. ഗൾഫിൽ നിന്നും ക്രൂഡ് ഓയില്, നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ നമ്മൾ വലിയ രീതിയിൽ ഇറക്കുമതി ചെയ്യുക. അപ്പോൾ ഊർജത്തിന്റെ മേഖലയിൽ ആ ഊർജ കച്ചവടം നോക്കുമ്പോൾ അവർക്കാണ് നമ്മളുടെക്കാൾ മേൽക്കൈ. കാരണം അവർക്ക് എണ്ണയുണ്ട്, നമ്മുടെ കയ്യിൽ എണ്ണയില്ല. പക്ഷെ ഈ ഒരു സംവിധാനം വരുമ്പോഴത്തേക്കും ഈ ഊർജ മേഖലയിൽ നമ്മൾ അവിടുന്ന് ക്രൂഡ് ഓയിലും LNGയും ഒക്കെയാണ് ഇറക്കുമതി ചെയ്യുന്നതെങ്കിൽ നമ്മുടെ വൈദ്യുതി അവർക്ക് വിൽക്കുമ്പോൾ ഊർജ മേഖലയിൽ നമ്മൾക്കും ഒരു ലെവറേജ്, അതായത് നമുക്ക് ഒരു തരത്തിലൊരു അഡ്വാൻറ്റേജ് ഒക്കെ നമുക്കും ലഭിക്കാൻ പോവുകയാണ്, ഒരു മേൽക്കൈ. ഇതാണ് ഈ ഒരു പുതിയ ഒരു ആശയത്തിന്റെ പിന്നിലുള്ളതും. അങ്ങനെ വൈദ്യുതി ക്ഷാമം എന്നത് ഇനി ഒരു കടങ്കഥയായിട്ട് മാറും, അല്ലെങ്കിൽ ഒരു മിത്താണ്. വൈദ്യുതി ക്ഷാമം ഈ അനുഭവിക്കും. വൈദ്യുതി ഉൽപാദനം എത്രമാത്രം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാലും അത് വിൽക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ സ്വകാര്യ മേഖല ഇവിടേക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ അവർക്ക് ലാഭം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും തദ്ദേശീയമായിട്ട് വിൽക്കുന്ന വൈദ്യുതി വില കുറച്ച് വിൽക്കാനും നമുക്ക് പറ്റും. അതായത് നമ്മുടെ വൈദ്യുതി എക്സ്പോർട്ടിൽ നിന്നുള്ള ലാഭം, ആ ലാഭം കൊണ്ട് നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ഉപഭോക്താക്കളുടെ നിരക്കുകൾ ഒന്ന് ബാലൻസ് ചെയ്യാനും അവർക്ക് കുറച്ചുകൂടി ആദായകരമായ നിലയിൽ വൈദ്യുതി കൊടുക്കാനുമുള്ള ഒരു അവസരം ഇന്ത്യക്ക് തുറന്നു വരികയാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്ന ഇന്ത്യയുടെ ഒരു കയറ്റുമതി ഉൽപ്പന്നമായിട്ട് വൈദ്യുതി മാറുമ്പോൾ നമ്മുടെ വ്യാപാര കമ്മിയൊക്കെ വളരെ രീതിയിൽ കുറയുകയും ഈ ഊർജത്തിന്റെ കാര്യത്തിൽ ഇന്ത്യ ഒരു ഭീമനായിട്ട് മാറുകയാണ്. അപ്പൊ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം യുറേനിയമാണ് നമുക്ക് കുറവുള്ളത്. ഈ ആണവ നിലയങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള യുറേനിയത്തിന്റെ കാര്യത്തിൽ നമുക്ക് ചില പരിമിതികളുണ്ട്. പക്ഷെ ഇപ്പോഴേ പ്രധാനമന്ത്രിയുടെ ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയ സന്ദർശിച്ചപ്പോൾ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയുമായിട്ട് നമ്മൾ യുറേനിയം അവർക്ക് നമ്മൾക്ക് വിൽക്കാനുള്ള ഒരു കരാർ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ആ കരാർ ഓപ്പറേഷണലൈസ് ചെയ്യാനുള്ള നടപടികൾ എടുത്തു. മാത്രവുമല്ല, ഒരു ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഇന്ത്യയിൽ നിർമ്മിച്ചത് കമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള അതിന്റെ പ്രവർത്തനം തുടങ്ങിയതോടുകൂടി നമ്മുടെ സ്വന്തം റോ മെറ്റീരിയലായ തോറിയം ഉപയോഗിച്ച് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അവസരവും വന്നിരിക്കുകയാണ്. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഓസ്ട്രേലിയയുമായിട്ടുള്ള യുറേനിയം ഇറക്കുമതി കരാറും അതുപോലെ തോറിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളുടെ നിർമ്മാണവും, അത് ഇന്ത്യയെ തീർച്ചയായിട്ടും ഊർജ മേഖലയിലെ ഒരു വലിയ ഭീമനായിട്ട് മാറ്റുകയാണ്. നമ്മുടെ ഈ അധിക ഊർജം അത് നമുക്ക് നമ്മുടെ അയൽ രാജ്യങ്ങൾക്ക് വിൽക്കാനുള്ള ഒരു അവസരവും വരുന്നു. പിന്നെ ഇന്ത്യയിൽ ഇപ്പോൾ പുതുതായി തുടങ്ങാൻ പോകുന്ന പല വ്യവസായങ്ങളുമുണ്ട്. അതിലൊന്നാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ. അപ്പൊ ഇത്തരം ഇലക്ട്രോണിക് മേഖലയിൽ വലിയ രീതിയിൽ വൈദ്യുതി ആവശ്യമുണ്ട്. ഈ വൈദ്യുതി ആവശ്യം നിറവേറ്റാനായിട്ട്
പുതിയ ആണവ നിലയങ്ങളിലെ വൈദ്യുതി ഉപയോഗിക്കും. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ വൈദ്യുതി ഉൽപാദനത്തിൽ ഒരു വലിയ വിപ്ലവം വരുന്നു. അത് നമ്മുടെ ആവശ്യത്തിനും ആവശ്യത്തിലധികം ഉള്ളത് നമുക്ക് വിൽക്കാനും, ഇനി അഥവാ ഏതെങ്കിലും ഒരു കാരണവശാൽ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരിക്കൽ ഒരു ദിവസം ഒരു ഉൽപാദനത്തിൽ ഒരു തടസ്സം നേരിട്ടാൽ, നാഷണൽ ഗ്രിഡിൽ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ, അപ്പോൾ നമുക്ക് വിദേശത്തു നിന്നുള്ള വൈദ്യുതി നമ്മുടെ സ്ഥാപനങ്ങളുടെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തും. അതായത് വൈദ്യുതി പവർ കട്ടുകളൊക്കെ ഇനി ഒരു 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 മറന്നേക്കുക, അതൊരു പണ്ടത്തെ ഒരു സംഭവമായിരിക്കും. അതൊരു ദുസ്വപ്നമായിരുന്നു കഴിഞ്ഞ കാലത്തെ. അപ്പോൾ ഏത് രീതിയിലും സാമ്പത്തിക വളർച്ചയ്ക്കും വ്യാവസായിക വളർച്ചയ്ക്കും അതുപോലെ തന്നെ കയറ്റുമതിയുടെ വളർച്ചയ്ക്കും ഒക്കെ തന്നെ സഹായകമാകുന്ന ഒരു പുതിയ ഗ്രിഡ് നിലവിൽ വരികയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലോകമൊന്നാകെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വൈദ്യുതി ഗ്രിഡ്. ആ വൈദ്യുതി ഗ്രിഡിന്റെ തുടക്കമാണ് ഇവിടെ നമ്മൾ ഈ പദ്ധതികളിലൂടെ കാണുന്നത്. വരും ദിവസങ്ങളിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോ ശ്രീലങ്ക, തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട്, അതായത് സിംഗപ്പൂര്, അതുപോലെ മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, ഇവിടേക്കൊക്കെ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സോളാർ പവറാണ്, ഓൾട്ടർനേറ്റീവ് എനർജി. അപ്പോ ചുരുക്കി പറഞ്ഞാല് ഈ നമ്മുടെ പല വൈദ്യുതികൾക്കും പല വിലയാണ്. ഏറ്റവും ക്ലീൻ എനർജി, ഗ്രീൻ എനർജി എന്ന് പറയുന്ന സോളാർ പവറിന് വലിയ വിലയാണ്. സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങൾ അത്തരം ഊർജത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ആവശ്യമുള്ള ഊർജവും നമുക്ക് കൊടുക്കാം. പലതരം വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച്, പലതരം എന്ന് പറഞ്ഞാൽ വൈദ്യുതി എല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷെ ഉൽപ്പാദിപ്പിക്കുന്നത് പല മാർഗങ്ങളിലൂടെ, അതിൽ ഇക്കോ ഫ്രണ്ട്ലി മാർഗത്തിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും അത് മാത്രം വിൽക്കാനും ഉള്ള സെപ്പറേറ്റ് ഗ്രിഡ് ആയിരിക്കും സിംഗപ്പൂരിലേക്ക് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വൈദ്യുതി മേഖലയിലെ വൻ വിപ്ലവത്തിനായിട്ട് ഇന്ത്യ തയ്യാറെടുക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമ്മുടെ വളർച്ചയുടെ, മുന്നേറ്റത്തിന്റെ ഒരു പ്രധാന ഘടകമായിട്ട് വൈദ്യുതി വിൽപ്പന മാറാൻ പോവുകയാണ്. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും അതുപോലെ വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. നന്ദി. താങ്ക് യു സർ.